എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഗാർഡനുകളിൽ അലങ്കാര ചെടിയായിട്ട് നട്ടു വളർത്താറുള്ള അലേറിയ പ്ലാന്റുകളുടെ പരിചരണത്തെ പറ്റിയിട്ടും പുതിയ തൈകൾ എങ്ങനെയാണ് അതിൻ്റെ വളർത്തിയെടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഗാർഡനുകളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് അലേറിയയുടെ പ്ലാന്റ്. നമ്മുടെ പൂന്തോട്ടങ്ങളുടെ അരികിലും ഒക്കെ വളരെ മനോഹരമായിട്ട് വളർത്തിയെടുത്ത് നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അലേറിയ. അപ്പോൾ ഈ അലേറിയയുടെ പച്ച കളറിലുള്ള പ്ലാന്റും ഉണ്ട്, ഇതുപോലെ മിക്സ് ആയിട്ടുള്ള വെള്ളയും പച്ചയും മിക്സ് ആയിട്ടുള്ള ഈ കളറിലുള്ള അലേറിയുണ്ട്. നമ്മളുടെ വീഡിയോ ഒന്ന് ഇതിനെ പറ്റിയിട്ടാണ്. രണ്ട് ചെടികളുടെയും, അതായത് പച്ച കളറിലുള്ള അലേറിയയുടെയും ഇതുപോലെ മിക്സ് ആയിട്ടുള്ള ഈ കളറിലുള്ള അലേറിയയുടെയും പരിചരണമൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടോ വെർട്ടിക്കൽ ഗാർഡനിലോ ചട്ടിയിലോ നിലത്തോ എങ്ങനെ വേണമെങ്കിലും ഈ ചെടി നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. നമ്മൾ എങ്ങനെ വളർത്തിയാലും ഈ ചെടി കാണാൻ നല്ലൊരു അഴകുള്ളൊരു ചെടിയാണ്. പിന്നെ നമ്മളിതിന് കൃത്യമായിട്ട് ഈ ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളിങ്ങനെ വരുന്ന തളിരിലകൾ ഇങ്ങനെ ഒരു കത്രിക വെച്ചിട്ട് നമ്മളിങ്ങനെ മുറിച്ച് കളയണം. അപ്പോൾ നമുക്കതിങ്ങനെ ഒരേ ഷേപ്പിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിർത്താൻ പറ്റും. അപ്പോൾ ഞാൻ കാണുന്നത് പോലെ ആ മുകളിലേക്കൊക്കെ വരുന്നതൊക്കെ ഒന്ന് ഷേപ്പിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിങ്ങനെ മുറിക്കുമ്പോഴാണ് അതിൽ നിന്ന് പുതിയ തളിരുകൾ ഇങ്ങനെ വരിക. അപ്പോൾ അത് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മളത് ഇടയ്ക്ക് ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടി വളർച്ച നമുക്ക് അതിനെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കണ്ടോ, അപ്പോൾ ആ മുറിച്ചതിന് ശേഷം നോക്കി കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതേപോലെ നമ്മളെപ്പോഴും വെട്ടി നിർത്താനായിട്ട് ശ്രമിക്കണം. ലേറിയയുടെ പ്രൊപ്പഗേഷനും അതുപോലെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ കാണുന്നത് പോലെ നോക്കൂ, അങ്ങനെ കത്രിക വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുത്തിട്ട് ഒരു ചട്ടിയിൽ നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. പക്ഷെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, ഇങ്ങനെ വെക്കുമ്പോൾ അത് പിടിക്കുന്നില്ല, അത് വേര് പിടിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ മുറിച്ചെടുത്ത് നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് വേര് പിടിപ്പിക്കാം. അപ്പോൾ അത് കുപ്പിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നമ്മൾ ഒരു ആഴ്ചയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേര് വരും. ഞാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ വേര് വന്നിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ താഴെയൊക്കെ നന്നായി വേരുകൾ ഇങ്ങനെ കുറേശ്ശെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇനി ചട്ടിയിലേക്ക് നടുകയാണെങ്കിൽ അത് പെട്ടെന്ന് വളർന്നോളും. അപ്പോൾ ഇങ്ങനെ വെറുതെ കൊമ്പ് കുത്തിയിട്ട് പൊടിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ വേര് പിടിപ്പിച്ചതിന് ശേഷം ചട്ടിയിലേക്ക് പറിച്ച് നടാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ കൊമ്പുകൾ ഞാൻ നേരത്തെ മുറിച്ചെടുത്തത് നമുക്ക് കുറച്ച് കറ്റാർവാഴ എടുത്തിട്ട് ആ കറ്റാർവാഴയുടെ ജെല്ല് അതിൻ്റെ താഴെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ചട്ടിയിൽ നടുകയാണെങ്കിലും പിടിക്കും. അപ്പോൾ നിങ്ങളത് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. നമ്മളുടെ കയ്യിൽ ഒരു ചെറിയൊരു പ്ലാന്റ് ഉണ്ടായാൽ മതി, നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ ബ്രാഞ്ചസ് ഇങ്ങനെ മുറിച്ചെടുത്ത് ധാരാളം തൈകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ കറ്റാർവാഴ ജെല്ല് പുരട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഞാൻ നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പോട്ടിംഗ് മിക്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മണ്ണും ചാണകപ്പൊടിയും മാത്രം മിക്സ് ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് മണലും കൂടി അതിൽ മിക്സ് ചെയ്താൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ മണലില്ലാത്തതുകൊണ്ട് ഞാനത് മിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാ തൈകളും ആ വേര് പിടിപ്പിച്ചതും ഒക്കെ ഞാൻ കവറിലേക്ക് ഇങ്ങനെ നട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും സ്വാഭാവികമായിട്ട് വളരുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെടിയൊക്കെ ഇങ്ങനെ പറിച്ച് നട്ടിട്ടുള്ളത് ഡയറക്റ്റ് വെയിലത്തോ മഴയത്തോ ഒന്നും കൊണ്ട് വയ്ക്കരുത്. നമ്മളത് എപ്പോഴും ഷെയ്ഡിൽ വയ്ക്കുക. അത് നന്നായി ഒന്ന് വളർന്നതിന് ശേഷം ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായി പിടിച്ചതിന് ശേഷം മാത്രം നമ്മളത് വെയിലത്തേക്കൊക്കെ ഇറക്കി വയ്ക്കാനായിട്ട് നോക്കുക. എനിക്ക് തോന്നുന്നു പലരും അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഇത് പിടിക്കുന്നില്ല എന്നുള്ളത് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ തൈകളൊക്കെ എല്ലാം അങ്ങനെ പറിച്ച് നട്ടിട്ടുണ്ട്. അപ്പോൾ ഏരിയയുടെ പ്രൊപ്പഗേഷൻ ആയാലും അതിൻ്റെ കെയർ ആയാലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു പരിചരണം കൊടുത്തില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് വളരുന്ന ചെടിയാണ് അലേറിയ എന്ന് പറയുന്നത്. ചട്ടിയിലൊക്കെയാണ് ഈ ചെടി നടുന്നതെങ്കിൽ നമ്മൾ വെള്ളം നന്നായി വാർന്നു പോകുന്ന മണ്ണുള്ള ചട്ടികളിൽ വേണം അത് നടാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് ഈ ചെടി വയ്ക്കുന്നത് ഒഴിവാക്കുക. കാരണം അതിൻ്റെ ഇലകൾ ചിലപ്പോൾ ഇങ്ങനെ കരിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ വേണമെങ്കിൽ കലക്കി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിലും അത് വളരുന്നതാണ്. വെള്ളം നമ്മൾ നന്നായി കൊടുക്കുക ചെടിക്ക്. അത് വളർന്നു പോകുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. പിന്നെ അത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തുക എന്നുള്ളതൊക്കെയാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ മഴക്കാലങ്ങളിലാണ് ഈ ചെടി വളരെയധികം വളരുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക പച്ചപ്പാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ. ഒരുപാട് കീടശല്യങ്ങളൊന്നും ഏൽക്കാത്തൊരു ചെടിയാണ് അലേറിയ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്ന ഒരു ചെടിയാണ് അലേറിയ. അലേറിയയുടെ ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്കതിന് ധാരാളം തൈകൾ വളർത്തിയെടുത്ത് നമ്മുടെ പൂന്തോട്ടത്തെ മനോഹരമാക്കാൻ
പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അലേറിയയുടെ ആ പ്ലാന്റ് നമ്മുടെ പൂന്തോട്ടങ്ങളിലൊക്കെ അഴകായിട്ട് വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക്